സർ, വെനസ്വേലയുടെ അട്ടിമറിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഈ പറയുന്ന നിക്കോളാസ് മഡൂറോയെ അട്ടിമറിക്കുന്നു. ഇതിന് സമാനമായിട്ട് വെനസ്വേലയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള ഹ്യൂഗോ ഷാവേസിനെയും 2 ദിവസത്തേക്ക് അട്ടിമറിച്ചിരുന്നല്ലോ. അന്ന് ഒരു മലയാളി വൈദികന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. നമ്മുടെ ABC പ്രേക്ഷകർക്ക് അറിയാത്ത ചില രഹസ്യങ്ങൾ എന്തായിരുന്നു സർ ആ കാര്യങ്ങൾ? 2002 48 മണിക്കൂർ ഹ്യൂഗോ ഷാവേസിനെ അട്ടിമറിച്ചിരുന്നു. അത് കഴിഞ്ഞ് ജനങ്ങളുടെ പ്രതിഷേധം കാരണം ഷാവേസ് തിരിച്ചു വരികയായിരുന്നു ചെയ്തത്. അന്നും ഷാവേസിനെ ബന്ദിയാക്കിയിരുന്നു. പക്ഷെ ആ ബന്ദികളുടെ ഇടയ്ക്ക് നിന്ന് ഷാവേസ് പറഞ്ഞു, എനിക്കിവിടത്തെ വത്തിക്കാൻ്റെ സ്ഥാനപതിയോട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ആ വത്തിക്കാൻ സ്ഥാനപതിയോട് സംസാരിക്കാനായിട്ട് ഷാവേസിനെ ബന്ദിയാക്കിയ പട്ടാള മേധാവികൾ സമ്മതിച്ചു. അവിടെ വത്തിക്കാൻ സ്ഥാനപതി ഫാദർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ആയിരുന്നു. ഈ ഫാദർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഷാവേസിനോട് പോയിട്ട് ഷാവേസിനെ ബന്ദിയാക്കിയ സ്ഥലത്ത് പോയി സംസാരിക്കുകയാണ്. അങ്ങനെയാണ് അന്ന് ഷാവേസ് രക്ഷപ്പെടുന്നതെന്ന് ഷാവേസ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നതിനിടയിൽ അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഫരീദാബാദിൽ ഇന്ത്യയിൽ തന്നെ ബിഷപ്പായി, ഫാദർ ഭരണിക്കുളങ്ങര. അപ്പോൾ ഇത്തവണ മദൂറോയെ അട്ടിമറിച്ചു. പക്ഷേ ഷാവേസിനോട് അമേരിക്ക അന്ന് തോറ്റുപോയി. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണത്. അപ്പോൾ ആ എണ്ണയിലാണ് കണ്ണ് അമേരിക്കയുടെ. എണ്ണ ഉള്ള രാജ്യങ്ങളിലാണ് പലപ്പോഴും അട്ടിമറി നടത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നോക്കിയാലും അറിയാം അമേരിക്ക. കാരണം ഈ അവിടുത്തെ എണ്ണപ്പാടങ്ങളൊക്കെ ദേശസാൽക്കരിച്ചിരിക്കുകയാണ് വെനസ്വേല മദൂറോ വന്ന ശേഷം. എന്ന് പറഞ്ഞാൽ സ്വകാര്യ കമ്പനികൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇനിയിപ്പോൾ ട്രംപിൻ്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് എന്താണ്? സ്വകാര്യ മേഖല എണ്ണ കൈകാര്യം ചെയ്യുന്നതാണല്ലോ. അമേരിക്കയിലെ സ്വകാര്യ ഭീമന്മാർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത വാഗ്ദാനം ട്രംപ് പാലിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇയാളുടെ കഥയിലേക്ക് വന്നാൽ ഷാവേസിൻ്റെ 2002 ഷാവേസിനെ അട്ടിമറിക്കാൻ ഷാവേസാണ് ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ആക്കുന്നത് മദൂറോയുടെ ഗുരു ആണ് ഷാവേസ്. മദൂറോ ആണെങ്കിൽ സായിബാബ ഭക്തനുമാണല്ലോ. അപ്പോൾ ഈ 1999 ആണ് ഹ്യൂഗോ ഷാവേസ് അവിടെ പ്രസിഡന്റായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് 2002 ആണ് ഈ 48 മണിക്കൂർ അട്ടിമറി ശ്രമം. അത് പട്ടാള ഓഫീസർമാര്, മുൻ രാഷ്ട്രീയ നേതാക്കള്, ബിസിനസ്സുകാര് ഒക്കെയാണ് ഈ ഷാവേസിന്റെ അട്ടിമറിക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്പോൺസേർഡാണത് അട്ടിമറി. അപ്പൊ 2 ദിവസം അരാജകത്വം നടമാടി വെനസ്വേലയില്. ഷാവേസ് തന്നെ പട്ടാള ഓഫീസറായിരുന്നു. ഹ്യൂഗോ ഷാവേസ് പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. 1999 മുതൽ 2013 വരെ ഷാവേസ് പ്രസിഡന്റ് ആയിരുന്നു. അതിടയ്ക്ക് ഈ അട്ടിമറിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് അനുഗ്രഹമായി എന്നാണ് അർത്ഥം. അപ്പോൾ 1992 ഈ അഴിമതിക്കെതിരെ ആണ് ജനം പ്രക്ഷോഭം നടത്തി തുടങ്ങിയത് ഷാവേസിന്റെ കാലത്ത്. ഈ 1999 ഷാവേസ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ആ സമയത്ത് ഈ പിങ്ക് ടൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. പിങ്ക് ടൈഡ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇടതുപക്ഷം ഭരണത്തിൽ വരുന്ന പരിപാടി, അതാണ് പിങ്ക് ടൈഡ് എന്ന് പറയുന്നത്. അതിൽ പെട്ടിട്ടാണ് ഷാവേസും വരുന്നത്. അങ്ങനെ ഷാവേസ് വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഭരണഘടന മൊത്തത്തിൽ മാറ്റി, സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കി. അതായത് ഈ ഇടതുപക്ഷത്തിന്റെ സാമ്പത്തിക നയങ്ങൾ എന്ന് പറയാറില്ലേ ഇവിടെ, MA ബേബിയൊക്കെ, അത് നടപ്പാക്കി അവിടെ ഇടതുപക്ഷത്തിന്റെ സാമ്പത്തിക നയങ്ങൾ. അതുപോലെ ഈ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, അതിലുമൊക്കെ കൂടുതൽ നിക്ഷേപങ്ങളൊക്കെ നടത്തി. എണ്ണ ഉൾപ്പെടെ ഉള്ള മേഖലകൾ മുഴുവൻ ദേശസാൽക്കരിച്ചു. ക്യൂബ, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി സഖ്യത്തിലായി.
അപ്പോൾ ഷാവേസ് മുതലാളിമാരെ പുറത്താക്കിയല്ലോ, ബിസിനസ്സുകാരെയൊക്കെ. അങ്ങനെ ആണ് അവിടെ പ്രക്ഷോഭത്തിനൊരു കാലാവസ്ഥ ഒരുങ്ങുന്നത്, അമേരിക്കയ്ക്ക് പോസിറ്റീവായ കാലാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ 2002 ഏപ്രിൽ 11 തീയതി പ്രതിപക്ഷം മാർച്ച് നടത്തുകയാണ്. ഷാവേസിൻ്റെ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുന്നു. അതായത് മിരാഫ്ലോറസ് എന്നാണ് കൊട്ടാരത്തിൻ്റെ പേര്. മിരാഫ്ലോറസ് കൊട്ടാരത്തിലേക്ക് പ്രതിപക്ഷം മാർച്ച് നടത്തുമ്പോൾ ഈ മാർച്ച് അക്രമാസക്തമായി. അങ്ങനെയാണല്ലോ ഈ അട്ടിമറിയിലേക്ക് പോകുന്നത്. മാർച്ച് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അക്രമാസക്തമാവുകയാണ് മാർച്ച്. 19 പ്രക്ഷോഭകരും പിന്നെ ഷാവേസിൻ്റെ കൂട്ടത്തിലുള്ള അനുയായികളും രണ്ടും ചേർത്ത് 19 പേര് കൊല്ലപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പട്ടാളം വെടിവെച്ചു, 19 പേര് കൊല്ലപ്പെട്ടു. കൊട്ടാരം സംരക്ഷിക്കാനായിട്ട് ഷാവേസ് ഒരു പ്രത്യേക സേനയെ നിർത്തിയിരുന്നു. കാരണം ഈ പ്രക്ഷോഭം വരുന്നു എന്നറിയാവുന്നത് കൊണ്ട് കൊട്ടാരം രക്ഷിക്കാൻ ഒരു സേന. ആ പട്ടാളക്കാർ ഷാവേസിനെ അറസ്റ്റ് ചെയ്തു. ഷാവേസിനെ അറസ്റ്റ് ചെയ്തിട്ട് ഷാവേസ് രാജിവെച്ചതായിട്ട് പട്ടാളം പ്രഖ്യാപിച്ചു. ഇതാണ് ഈ ഷാവേസ് ബന്ദിയായ സാഹചര്യം അവിടെ. അപ്പോൾ ബിസിനസ്സുകാരൻ പെദ്രോ കാർമോണ, അയാൾ ഇടക്കാല പ്രസിഡൻ്റായി ഏപ്രിൽ 12 അടുത്ത ദിവസം. അപ്പോൾ അയാൾ പാർലമെൻറ്റ്, സുപ്രീം കോടതി, ഭരണഘടന ഇതൊക്കെ ഇല്ലാതായി. ഈ ബിസിനസ്സുകാരൻ പ്രസിഡൻ്റ് ആവുകയാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ ഇത് മുഴുവൻ അയാൾ ഇല്ലാതാക്കിയപ്പോൾ ജനം പിന്നെയും ക്ഷുഭിതരായി, ഇളകി. അപ്പോൾ ഏപ്രിൽ 13 ജനം, പട്ടാളം എല്ലാം എതിരായി. ഷാവേസ് തിരിച്ചു വരികയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയമുണ്ടല്ലോ, ഇയാൾ ബന്ദിയായത്, ഈ തിരിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക്, ആ ബന്ദിയായപ്പോഴാണ് ഫാദർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയ്ക്ക് രംഗപ്രവേശം ചെയ്യേണ്ടി വന്നത്. വത്തിക്കാന് വേണ്ടി മധ്യസ്ഥതയിൽ ഏർപ്പെടുകയാണ്. ആ ബന്ദികളുമായിട്ട് മധ്യസ്ഥതയിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഈ ബന്ദിയാക്കിയ പട്ടാളക്കാരോട് ഈ ഷാവേസ് ഫോണിൽ വിളിച്ചിട്ട്, ശരിക്കും ഈ രാത്രി പലതവണ ഫോൺ അടിക്കുകയാണ്, ഉറങ്ങുകയാണ് ഫാദർ ഭരണിക്കുളങ്ങര. പലതവണ ഫോൺ അടിക്കുമ്പോൾ എന്തോ അപകടമുണ്ട് എന്ന് തോന്നിയിട്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ഷാവേസാണ്. അപ്പോൾ ഷാവേസ് പറഞ്ഞു, ഞാൻ അപകടത്തിലാണ്, ഉടനെ ഇവിടം വരെ വരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ വിളിക്കണം എന്ന് ബന്ധുക്കളോട് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചതാണ്. വത്തിക്കാൻ്റെ ആളിനെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചതാണ്. അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചു, ഭരണിക്കുളങ്ങര പോയിട്ട് സംസാരിച്ചു. ഒരു വിദൂര ദ്വീപിലേക്ക് രക്ഷപ്പെടാൻ ഷാവേസിനെ അനുവദിക്കണം എന്ന് ഭരണിക്കുളങ്ങര അവരോട് പറഞ്ഞു. അവർ സമ്മതിച്ചു. ഇവിടെ പിടിച്ച് ജയിലിലിടില്ല, അയാളെ കൊണ്ടൊക്കോ, പക്ഷെ അയാളിനി ഇവിടെ ഭരിക്കില്ല എന്ന് ഈ ബിസിനസ്സുകാരൻ്റെ ആളുകളായിട്ടുള്ള പട്ടാളക്കാർ പറഞ്ഞു. അപ്പോൾ ഈ വത്തിക്കാൻ എംബസിയുടെ കാരക്കാസാണല്ലോ തലസ്ഥാനം, കാരക്കാസിലെ ഷാരെ ദഫാരെ ആയിരുന്നു ഫാദർ ഭരണിക്കുളങ്ങര അന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് നയതന്ത്ര പ്രതിനിധി. ഷാരെ ദഫാർ അദ്ദേഹമാണ്. അപ്പോൾ 18 വർഷം നയതന്ത്ര രംഗത്തായിരുന്നു ഫാദർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര. എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ഡിപ്ലോമാറ്റ് ആയിരുന്നു. അച്ഛന്മാരെയാണല്ലോ അവർ അയക്കുന്നത്. അപ്പോൾ ഇറാഖില്, കോങ്കോയില്, ഐക്യരാഷ്ട്രസഭയില് ഒക്കെ നയതന്ത്ര പ്രതിനിധിയായിരുന്നു വത്തിക്കാൻ്റെ ഭരണിക്കുളങ്ങര. അത് കഴിഞ്ഞ് ഈ ഷാവേസ് സംഭവത്തിനൊക്കെ ശേഷം അദ്ദേഹത്തിന് ഇവിടെ ഫരീദാബാദ് പുതിയ രൂപതയുണ്ടാക്കി. അപ്പോൾ ഫരീദാബാദിൽ അദ്ദേഹത്തിന് മെത്രാനാക്കി വാഴിച്ചു. അപ്പോൾ 4 ജനറൽമാരാണ്, 4 പട്ടാള ജനറൽമാരാണ് ഷാവേസിനെ അന്ന് ബന്ദി ആക്കിയതെന്ന് ഭരണിക്കുളങ്ങര പിന്നീട് ഓർമ്മിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ വൈദികന്റെ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായെന്ന്, അല്ലെങ്കിൽ ഈ വൈദികന്റെ ഇടപെടലിലൂടെയാണ് ഹ്യൂഗോ ഷാവേസ് രക്ഷപ്പെട്ടതെന്നൊക്കെ ഉള്ളത് പുതിയൊരു ഇൻഫർമേഷൻ ആണ്. എന്തായാലും ABC പ്രേക്ഷകർക്ക് ഹ്യൂഗോ ഷാവേസ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ദൈവമാണ്. അതെ, ഒരു ഹ്യൂഗോ ഷാവേസ് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ് അവര്. അവര്
ഈ വാദിക്കുന്നതൊക്കെ ഈ ദൈവത്തിന്റെ ഇടപെടൽ നടന്ന സ്ഥലങ്ങളിലാണ് അല്ലേ? അതെ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര അതെ. ദൈവത്തിന്റെ പ്രതിപുരുഷനല്ലേ വന്നിരിക്കുന്നത്. മദൂറോയ്ക്ക് വേണ്ടി ഇടതുപക്ഷം ഇവിടെ ഇറങ്ങുന്നുണ്ട്, പക്ഷെ അദ്ദേഹം സായിബാബ ഭക്തനാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത്തരത്തിൽ അറിയപ്പെടാത്ത വിവരങ്ങൾ കൂടിയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ വൈദികനായ ഭരണിക്കുളങ്ങരയുടെ വിശേഷങ്ങൾ കൂടി നമ്മൾ ഇതിലൂടെ പങ്കുവെക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.